ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലിട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചില സമയങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഈ വാട്സപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വരാറുണ്ടല്ലേ, ഡൗൺലോഡ് ന്യൂ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം പല ആളുകൾക്കും ഉണ്ടാവും. ഇടയ്ക്ക് അത് ചില സമയങ്ങളിൽ അത് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുന്നതാണ്. പിന്നെ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ എടുത്തതിന് ശേഷം പ്ലേ സ്റ്റോർ എടുത്ത് വാട്സപ്പ് മെസ്സഞ്ചർ എന്നുള്ളത് അടിച്ചിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ അൺഇൻസ്റ്റാൾഡ് എന്നും അപ്ഡേറ്റ് എന്നും കാണും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ വാട്സപ്പ് അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഈ അപ്ഡേറ്റ് അപ്ഡേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നമുക്കവിടെ ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ അത് സംഭവം അപ്ഡേഷൻ ആയി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുക. ഇനി അവിടെ അപ്പോൾ ഇവിടെ ഓപ്പൺ എന്നുള്ള ഭാഗം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനത് ഓപ്പൺ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ സംഭവം ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കഴിഞ്ഞ് വാട്സപ്പ് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ഉള്ള ആളുകൾ ഇത്തരത്തിലാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.